പ്രോബ്ലം എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ ചോദ്യം വായിക്കാം. എ ഫ്ലൂയിഡ് ഈസ് കൺഫൈൻഡ് ഇൻ എ സിലിണ്ടർ by a spring-loaded frictionless piston so that the pressure in the fluid is a linear function of the volume. ആ റിലേഷൻ തന്നിട്ടുണ്ട്. പ്രഷറും വോളിയം തമ്മിലുള്ള റിലേഷൻ ആണ് തന്നിരിക്കുന്നത്. P = A + BV എന്ന് പറയുന്ന ഒരു റിലേഷൻ തന്നിരിക്കുന്നു. ഇനി the internal energy of the fluid is given by the following equation. U = 34 + 3.15 PV. അത് ഇന്റേണൽ എനർജിയും പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷൻ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഇക്വേഷൻ തന്നാൽ ഇതിന്റെ യൂണിറ്റുകൾ എന്തുവാണെന്ന് നോക്കിക്കോണം. അപ്പൊ പറയുന്നത് U കിലോ ജൂളിൽ തന്നെയായിരിക്കും, P കിലോ പാസ്കലിലായിരിക്കണം, വോളിയം മീറ്റർ ക്യൂബിലായിരിക്കണം. അപ്പൊ യൂണിറ്റ് ശ്രദ്ധിച്ചോണം. SI യൂണിറ്റിലാണ് പൊതുവേ കണക്കുകളെല്ലാം ചെയ്യേണ്ടെങ്കിലും ഇങ്ങനെ ഒരു ഇക്വേഷൻ ആയിട്ട് തന്നു കഴിഞ്ഞാൽ അവർ പറയുന്ന യൂണിറ്റ് ഏതാണോ അതിൽ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ആൻസർ തെറ്റിപ്പോകും. If the fluid changes from an initial state of 170 kilopascal and 0.03 meter cube. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേറ്റിന്റെ പ്രഷറും വോളിയവും ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇതിന് നമുക്ക് P1 അതുപോലെ V1 എന്ന് കൊടുക്കാം. P1ഉം V1ഉം തന്നിട്ടുണ്ട്. To a final state of 400 kilopascal and 0.06 meter cube എന്ന് പറഞ്ഞാൽ അത് P2ഉം V2 ആണ്. വോളിയം P2 പ്രഷർ P2, വോളിയം V2, ഇത് രണ്ടുമാണ് തന്നിരിക്കുന്നത്. വിത്ത് നോ വർക്ക് അതർ ദാൻ ദാറ്റ് ഡൺ ഓൺ ദ പിസ്റ്റൺ. അതായത് വർക്ക് നോ വർക്ക് എന്ന് പറഞ്ഞാലും വർക്ക് അവിടെ ഉണ്ട്. നോ വർക്ക് അതർ ദാൻ ഡൺ ഓൺ ദ പിസ്റ്റൺ എന്ന് പറഞ്ഞാൽ പിസ്റ്റൺ വർക്ക് ഉണ്ട്, വേറെ വർക്ക് ഒന്നും ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. ഫൈൻഡ് ദ ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വർക്ക് ആൻഡ് ഹീറ്റ് ട്രാൻസ്ഫർ. അപ്പൊ Wയും അതുപോലെ Qവും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വർക്ക് ട്രാൻസ്ഫറും ഹീറ്റ് ട്രാൻസ്ഫറിന്റെയും ഡയറക്ഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ചെയ്യാം. അപ്പൊ ആദ്യം നമ്മൾ ചോദ്യം വായിച്ചു നോക്കി. ഗിവൺ ഡാറ്റ. പ്രോബ്ലം 4.5. ഗിവൺ ഡാറ്റ എഴുതാം. അവർ തന്നിരിക്കുന്നത് ഒന്ന് പ്രഷറും വോളിയം തമ്മിലുള്ള റിലേഷൻ തന്നിട്ടുണ്ട്. ഇപ്പൊ ഇക്വേഷൻ തന്നിരിക്കുന്നത് P = A + BV എന്നാണ് ഇക്വേഷൻ തന്നിരിക്കുന്നത്. അതുപോലെ ഇന്റേണൽ എനർജിയുടെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ U = 34 + 3.15 PV എന്നാണ് തന്നിരിക്കുന്നത് ഇന്റേണൽ എനർജിയുടെ ഇക്വേഷൻ. അപ്പൊ അതിലെ യൂണിറ്റും കൂടെ നമുക്കൊന്ന് എഴുതിയേക്കാം. U കിലോ ജൂളിലായിരിക്കണം, അതുപോലെ P കിലോ പാസ്കലിലായിരിക്കണം, വോളിയം മീറ്റർ ക്യൂബിലായിരിക്കണം. ഇതെല്ലാം ചോദ്യത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഗിവൺ ഡാറ്റയിൽ നമ്മൾ എഴുതി. ഇനി പറയുന്നത് ഇഫ് ദ ഫ്ലൂയിഡ് ചേഞ്ചസ് ഫ്രം ആൻ ഇനിഷ്യൽ സ്റ്റേറ്റ്. ഇനിഷ്യൽ സ്റ്റേറ്റിലെ പ്രഷറും ടെമ്പറേച്ചർ വോളിയം തന്നിട്ടുണ്ട്. അപ്പൊ പ്രഷറിന് നമുക്ക് P1 എന്ന് കൊടുക്കാം. അത് 170 കിലോ പാസ്കലാണ്. ഇപ്പൊ കിലോ പാസ്കൽ തൽക്കാലം അങ്ങനെ തന്നെ ഇട്ടേക്കുക. വോളിയം V1, ഇനിഷ്യൽ സ്റ്റേറ്റിലെ വോളിയം V1 അത് 0.03 മീറ്റർ ക്യൂബ്. ടു എ ഫൈനൽ സ്റ്റേറ്റ് അല്ലെ പ്രഷറും വോളിയം തന്നിട്ടുണ്ട്. ഫൈനൽ സ്റ്റേറ്റിലെ പ്രഷറിന് P2 അത് 400 കിലോ പാസ്കൽ, അതുപോലെ വോളിയം V2 0.06 മീറ്റർ ക്യൂബ് ആണ്. വിത്ത് നോ വർക്ക് അതർ ദാൻ ദ വർക്ക് എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ഉണ്ട്, വേറെ വർക്കൊന്നും ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. അത് പോട്ടെ. അപ്പൊ ഇതിലെ വർക്ക്, ഹീറ്റ് ഇതൊക്കെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കണം. ഇപ്പൊ P1 V1 ഉണ്ട്, P2 V2 ഉണ്ട്. നമുക്ക് U1ഉം U2 ഇന്റേണൽ എനർജി സ്റ്റേറ്റ് 1ലെയും സ്റ്റേറ്റ് 2ലെയും കണ്ടുപിടിക്കാം. കാരണം നമുക്കിവിടെ ഇന്റേണൽ എനർജിയുടെ ഒരു ഇക്വേഷനാണ് തന്നിരിക്കുന്നത് Pയും Vയും വെച്ചിട്ട്. അപ്പോൾ P1 V1 ഇടുവാണെങ്കിൽ ഇവിടെ നമുക്ക് U1 കിട്ടും. P2 V2 ഇടുവാണെങ്കിൽ നമുക്ക് ഇന്റേണൽ എനർജി U2 കിട്ടും. അപ്പൊ നമുക്ക് ഇന്റേണൽ എനർജി 1ഉം 2ഉം കണ്ടുപിടിക്കാം. അപ്പം U1 = ഇക്വേഷൻ 34 + 3.15 P1 V1. അപ്പൊ P1ന്റെ V1ന്റെ വാല്യൂ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, അപ്പൊ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല, ഞാൻ സ്റ്റെപ്പുകൾ മാത്രമേ എഴുതുന്നുള്ളൂ, നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ U1 ഈ ഇക്വേഷൻ വെച്ച് U1 കണ്ടുപിടിക്കുക. അത് യൂണിറ്റ് ശ്രദ്ധിച്ചോളുക, അത് കിലോ ജൂളിലായിരിക്കും. U1 കിട്ടുന്നത് കിലോ ജൂളിലായിരിക്കും, കാരണം അങ്ങനെ ഇക്വേഷൻ തന്നിരിക്കുന്നത്. അതുപോലെ U2 കണ്ടുപിടിക്കുക. 34
പ്ലസ് 3.115 P2 V2. അപ്പൊ ഇവിടെ P2ന്റെയും V2ന്റെയും വാല്യൂ അത് ഇവിടെ കിടപ്പുണ്ട്. P2 V2ന്റെ വാല്യൂ ഇതാ കിടക്കുന്നു. ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് U2ഉം കിട്ടും. ഇപ്പൊ U1ഉം കിട്ടി, U2ഉം കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെൽറ്റ U കണ്ടുപിടിക്കാം. U2 മൈനസ് U1. ഇപ്പൊ ഡെൽറ്റ U കണ്ടുപിടിച്ച് വെക്കുക. ഇനി അടുത്തത് നമുക്ക് വർക്ക് കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ വർക്ക് കണ്ടുപിടിക്കണമെങ്കിലുള്ള ജനറൽ ഇക്വേഷൻ ഞാൻ ഇവിടോട്ട് സൈഡിലോട്ടൊന്ന് എഴുതിയിടാം. വർക്കിന്റെ ജനറൽ ഇക്വേഷൻ W = ഇവിടെ ഏത് പ്രോസസ്സാന്ന് പറയുന്നില്ല. ഐസോബാറിക്കോ ഐസോതെർമലോ അഡയബാറ്റിക്കോ ഒക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഇക്വേഷൻ എഴുതാമായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു പ്രോസസ് എന്ന് പറയുന്നില്ല. പകരം P = A + BV എന്ന് പറയുന്ന ഒരു റിലേഷനിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ആ പ്രോസസ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് വർക്കിന്റെ ജനറൽ ഇക്വേഷനിൽ തുടങ്ങിയാലേ പറ്റത്തുള്ളൂ. വർക്കിന്റെ ജനറൽ ഇക്വേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്റഗ്രൽ PdV എന്നാണ് വർക്കിന്റെ ജനറൽ ഇക്വേഷൻ വരുന്നത്. അപ്പൊ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പൊ ഇന്റഗ്രൽ PdV എന്നാണ്. പിയുടെ വാല്യൂ വിയുമായിട്ട് ബന്ധപ്പെടുത്തി ഇവിടെ തന്നിട്ടുണ്ട്. അല്ലെ, പിയും വിയും തമ്മിലുള്ള റിലേഷൻ തന്നിട്ടുണ്ട്. ഈ വാല്യൂ ഇവിടുത്തെ പിക്ക് നമ്മൾ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പം കിട്ടും. അപ്പൊ നമുക്ക് എഴുതാം പിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ A + BV dV എന്നാണ് ഇക്വേഷൻ വരുന്നത്. അപ്പൊ ഇതിനെ ഇനി നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ പക്ഷെ അതിന് മുന്നേ ഒരു കാര്യം, നമുക്ക് വർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് മുന്നേ തന്നെ ഈ എയുടെയും ബിയുടെയും കൂടെ വാല്യൂ കണ്ടുപിടിച്ച് വെക്കണം. അപ്പൊ അത് നമുക്ക് ഈ സൈഡിലോട്ട് കണ്ടുപിടിക്കാം. എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ P1ഉം V1ഉം അറിയാം, അതുപോലെ P2ഉം V2 അറിയാം. അപ്പൊ ആ ഇക്വേഷനിൽ P1 = A + BV1 എന്നും അതുപോലെ P2 = A + BV2 എന്നും നമുക്ക് എഴുതാൻ പറ്റും. ആ ഇക്വേഷനിൽ P1ന്റെയും V1ന്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അപ്പോ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടും. ഒന്ന് P1 = A + BV1, അതുപോലെ P2 = A + BV2. ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു കാര്യം ചെയ്താൽ ഇക്വേഷൻ 1 - 2 ചെയ്താൽ മതി. ഇക്വേഷൻ 1 - 2 ചെയ്താൽ നമുക്ക് ഇതിൽ നിന്ന് ബിയുടെ വാല്യൂ കിട്ടും. അതുപോലെ ബിയുടെ വാല്യൂ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എയുടെ വാല്യൂയും കിട്ടും. അപ്പൊ എയും ബിയും ആദ്യമേ ഒന്ന് കണ്ടുപിടിച്ച് വെച്ചേക്കണം. ആ ഇക്വേഷൻ വെച്ചിട്ട് അത് രണ്ട് കോൺസ്റ്റന്റുകളാണ്. ഇത് കിട്ടിയതിന് ശേഷമേ നമുക്ക് വർക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇനി നമുക്ക് വർക്ക് കണ്ടുപിടിക്കാം. വർക്ക് W = A + BV dV എന്നാണ്. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ എ എന്ന് പറയുന്ന കോൺസ്റ്റന്റിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ A × V എന്ന് കിട്ടും. ഇവിടെ 1 മുതൽ 2 വരെയാണ്. അപ്പൊ ഇന്റഗ്രൽ A × V പ്ലസ് B × V. അതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ B മാറ്റി നിർത്തി, കോഎഫിഷ്യന്റ് ആണ്, മാറ്റി നിർത്തി. V എന്ന് പറയുന്ന ടേമിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ V² / 2 എന്ന് കിട്ടും. അപ്പൊ ഇത് അടുത്തത്. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ലിമിറ്റ് V1 മുതൽ V2 വരെ. അപ്പൊ അതിന്റെ വാല്യൂസ് ഒക്കെ നമുക്കറിയാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് = ബാക്കി ഞാൻ ഇങ്ങോട്ട് എഴുതുവാണ്. W = ഇവിടെ എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതുപോലെ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് എന്ന് പറഞ്ഞാൽ V1 മുതൽ V2 വരെ. അപ്പൊ അത് ആദ്യം നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്താൽ, ഈ ഭാഗത്ത് അപ്ലൈ ചെയ്താൽ നമുക്ക് എഴുതാം സ്ക്വയർ ബ്രാക്കറ്റ് A × V2 - V1 അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് പ്ലസ് B. ഈ 2 നമുക്ക് ഇനി കോമൺ എടുക്കാം. B/2 × ഇനി V² വരുന്നത്, അവിടെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും കൊടുത്താൽ V2² - V1² എന്ന് കിട്ടും.
ഇത് ഫൈനൽ ആൻസർ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അതായത് എയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ബിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതുപോലെ V2ന്റെ V1ന്റെ വാല്യൂ നമ്മൾ നേരത്തെ ഗിവൺ ഡേറ്റയിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡബ്ല്യുവിന്റെ വാല്യൂ കിട്ടും. അപ്പോൾ ഒരു ചോദ്യത്തിനുള്ള ഉത്തരവായി ഡബ്ല്യു കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്, വർക്ക് ട്രാൻസ്ഫർ കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. ഇനി അടുത്തത് അവർ ചോദിച്ചിരിക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കാനാണ്. അപ്പൊ ഇതിനകത്ത് ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഇവിടെ ഫസ്റ്റ് ലോ അപ്ലൈ ചെയ്താൽ മതി. നമ്മൾ ഫസ്റ്റ് ലോയുടെ കണക്കുകളാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ലോയുടെ ഇക്വേഷൻ നമുക്കറിയാം, Q = ഡെൽറ്റ U പ്ലസ് W എന്നാണ്. അപ്പൊ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നത് ജൂളിലായിരിക്കും വർക്കിന്റെ വാല്യൂ കിട്ടുന്നത്. കാരണം നമ്മൾ ഈ V2 V1 ഇതൊക്കെ ഇട്ടിരിക്കുന്നത് അല്ല സോറി കിലോ ജൂളിലായിരിക്കും കിട്ടുന്നത്. കാരണം കിലോ പാസ്കൽ അല്ല, നമ്മൾ പ്രഷർ കിലോ പാസ്കൽ ഇട്ടാ ഇത് ചെയ്തേക്കുന്നത്. അപ്പൊ കിലോ പാസ്കൽ ഇട്ട് ചെയ്യുമ്പോൾ വർക്കിന്റെ വാല്യൂ കിലോ ജൂളിലായിരിക്കും കിട്ടുന്നത്. അതുപോലെ ഡെൽറ്റ യുവും കിലോ ജൂളിലാണ് കിടക്കുന്നത്. അത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും, കിലോ ജൂളിലാണ് കിടക്കുന്നത്. കാരണം U1 U2 കിലോ ജൂളിലാണ്. അപ്പൊ ഡെൽറ്റ യുവും കിലോ ജൂളിലാണ്. അപ്പൊ അവിടെ നിങ്ങൾ മാറ്റങ്ങളൊന്നും വരുത്തിയില്ല, ജൂളിലോട്ടൊന്നും മാറ്റങ്ങൾ വരുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതും സെയിം യൂണിറ്റിൽ തന്നെ ഇടാം. കാരണം ഡെൽറ്റ യുവും കിലോ ജൂളില്, അതുപോലെ ഡബ്ല്യുവും കിലോ ജൂളിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവസാനം ഹീറ്റ് ട്രാൻസ്ഫറിന്റെ വാല്യൂ കിട്ടും, അതും കിലോ ജൂളിൽ കിട്ടും. അപ്പൊ ഇതാണ് രണ്ടാമത്തെ ഉത്തരം, ഹീറ്റ് ട്രാൻസ്ഫർ. അപ്പൊ വർക്ക് ട്രാൻസ്ഫറുമായി ഒന്നാമത്തെ ചോദ്യം വർക്ക് ട്രാൻസ്ഫറുമായി, രണ്ടാമത്തെ ചോദ്യം ഹീറ്റ് ട്രാൻസ്ഫറുമായി. അപ്പൊ ഇതാണ് ഈ കണക്ക്. ഗിവൺ ഡാറ്റ തന്നിരിക്കുന്നത് V1 തന്നിട്ടുണ്ട് 0.23 മീറ്റർ ക്യൂബ്. അതുപോലെ P1 തന്നിട്ടുണ്ട് 4 ബാർ എന്നാണ് തന്നിരിക്കുന്നത്. ബാർ SI യൂണിറ്റ് അല്ല, ബാറിലോട്ട് പാസ്കലിലോട്ട് മാറ്റാൻ × 10⁵ പാസ്കൽ. പിന്നെ ടെമ്പറേച്ചർ T1 തന്നിട്ടുണ്ട് 130 ഡിഗ്രി സെൽഷ്യസ് എന്നാണ്. അത് SI യൂണിറ്റ് കെൽവിൻ ആക്കണം. ഇപ്പോൾ +273. A reversible adiabatic expansion takes place till the pressure falls to 1.02 bar. അപ്പോൾ ഒന്നാമത്തെ പ്രോസസ് എന്ന് പറയുന്നത് നമുക്ക് പേര് കൊടുക്കാം 1 മുതൽ 2 വരെ ഉള്ളത്. അത് അഡയബാറ്റിക് പ്രോസസ്സാണ്. അഡയബാറ്റിക് പ്രോസസ്സാണ്. അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചെന്നേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ ഉള്ള P2 എന്ന് പറയുന്നത്, P2 പ്രഷർ, അഡയബാറ്റിക് പ്രോസസ്സ് കഴിഞ്ഞിട്ട് വരുന്ന പ്രഷർ P2 പ്രഷർ എന്ന് പറയുന്നത് 1.02 ബാർ. അപ്പോൾ 1.02 × 10⁵ പാസ്കൽ. The gas is then heated at constant pressure. അപ്പൊ അത് കഴിഞ്ഞ് വരുന്ന പ്രോസസ്സ് നമുക്ക് 2 മുതൽ 3 വരെ എന്ന് കൊടുക്കാം. അത് കോൺസ്റ്റന്റ് പ്രഷർ ആണ്, കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റിംഗ് ആണ്, കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റിംഗ്. അപ്പൊ ആ പ്രോസസ്സിൽ സംഭവിക്കുന്നത് എൻതാൽപി ഇൻക്രീസസ് ബൈ 72.5. അപ്പൊ അതാണ് അവിടുത്തെ ഗിവൺ ഡേറ്റ. എൻതാൽപി ഇൻക്രീസ് എന്നുള്ളതിന് പകരം H3 - H2 എന്ന് കൊടുത്തു. എൻതാൽപിയുടെ ചേഞ്ച് ആണ്, ഡെൽറ്റ H ആണ്. അത് 2 മുതൽ 3 വരെ ഉള്ളതായതുകൊണ്ട് ഫൈനൽ മൈനസ് ഇനിഷ്യൽ എന്ന് കൊടുത്തു. ഫൈനൽ എന്ന് പറയുന്ന 3യും ഇനിഷ്യൽ 2 ആണ്. അപ്പൊ അതുകൊണ്ട് H3 - H2 എന്ന് കൊടുത്തേ. അത് 72.5 കിലോ ജൂൾ. അപ്പൊ × 10⁵ ജൂൾ കഴിവതും നമ്മൾ SI യൂണിറ്റിൽ ചെയ്യുക. 22. ഇനി CP തന്നിരിക്കുന്നു. CP എന്ന് പറയുന്നത് 1 × 10⁵ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. അതുപോലെ CV എന്ന് പറയുന്നത് 0.714 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. ഇത്രയാണ് തന്നിരിക്കുന്നത്. അപ്പോ നമുക്ക് ജസ്റ്റ് ഒരു ഗ്രാഫും കൂടെ വരയ്ക്കാം. ഗ്രാഫ് വരച്ചാൽ എളുപ്പം കിട്ടും നമുക്ക് പറയാം. അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സ് PV ഡയഗ്രാം ആണ് നമ്മൾ വരയ്ക്കുന്നത്. ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു അഡയബാറ്റിക് എക്സ്പാൻഷൻ. അഡയബാറ്റിക് എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ കർവ്ഡ് ലൈൻ ആയിട്ടായിരിക്കും നമ്മൾ വരയ്ക്കേണ്ടത്. ഇതേപോലെ ഒരു കർവ്ഡ് ലൈൻ പേര് കൊടുക്കണം. എക്സ്പാൻഷൻ ആയതുകൊണ്ട് ആ പ്രഷർ കുറയുന്ന രീതിയിൽ വരച്ചത്. 1ൽ നിന്ന് 2ലേക്ക് ഇവിടെ എത്തി, ഈ പോയിന്റിലെത്തി 2. അടുത്ത പ്രോസസ്സ് 2 മുതൽ 3 വരെ കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റിംഗ് ആണ്. അപ്പൊ കോൺസ്റ്റന്റ് പ്രഷർ ആയതുകൊണ്ട് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരയ്ക്കണം. കോൺസ്റ്റന്റ് പ്രഷർ 2 മുതൽ 3 വരെ. അപ്പൊ ഇതാണ് ഇതിന്റെ ഗ്രാഫ് വരുന്നത്. ഇനി നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് കണ്ടുപിടിക്കാം. അപ്പം വർക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഇത് നമുക്ക് പേര് കൊടുക്കാം. ഇത് അഡയബാറ്റിക് ആണ്.
ഇത് കോൺസ്റ്റന്റ് പ്രഷർ എന്ന് പറയുമ്പോൾ P = C. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വർക്ക് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പ്രോസസ്സിലെയും വർക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ടോട്ടൽ വർക്ക് W എന്ന് പറയുന്നത് W1 to 2 പ്ലസ് W2 to 3 ആയിരിക്കും. അഡയബാറ്റിക് പ്രോസസ്സിന്റെ വർക്ക്, അതുപോലെ കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സിന്റെ വർക്ക്. അപ്പോൾ ആദ്യം അഡയബാറ്റിക് പ്രോസസ്സിന്റെ വർക്ക് കണ്ടുപിടിക്കാം. അപ്പൊ അതിന് നമുക്ക് പ്രോസസ് 1 to 2 എടുക്കാം. പ്രോസസ് 1 to 2. അപ്പൊ പ്രോസസ് 1 to 2 എടുക്കുമ്പോൾ നമുക്ക് വർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ അഡയബാറ്റിക് പ്രോസസ്സിന്റെ വർക്കിന്റെ ഇക്വേഷൻ നമുക്കറിയാം. W അഡയബാറ്റിക് എന്ന് പറഞ്ഞാൽ W1 to 2 ഇക്വേഷൻ വരുന്നത് P1 V1 മൈനസ് P2 V2 ഡിവൈഡഡ് ബൈ ഗാമ മൈനസ് 1 എന്നാണ് വർക്കിന്റെ ഇക്വേഷൻ വരുന്നത്. അപ്പൊ ഇതിൽ ഗാമ നമുക്ക് ഇവിടെ കണ്ടുപിടിച്ച് വെക്കാം. ഗാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CP/CV ആണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ ആറും കൂടെ നിങ്ങൾ കണ്ടുപിടിക്കണം. R എന്ന് പറയുന്നത് CP-CV ആണ്. അപ്പൊ ഗാമയും ആറും കണ്ടുപിടിക്കണം. അതുപോലെ വേറൊരു കാര്യം കൂടെ നിങ്ങൾ ഈ ഗിവൺ ഡാറ്റയിൽ കണ്ടുപിടിക്കണം. ഞാൻ പറഞ്ഞതാ, ഒരു P1 V1 T1 ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലെ 3 വാല്യൂസ് തന്നാൽ, P1 V1 T1 തന്നാൽ നിങ്ങൾ മാസും കൂടെ കണ്ടുപിടിക്കണം. അതിന് ഇക്വേഷൻ P1 V1 = MR/T1. അപ്പൊ ഇത് സോൾവ് ചെയ്ത് നിങ്ങൾ മാസും കൂടെ കണ്ടുപിടിച്ച് വെക്കണം, നമുക്ക് ആവശ്യം വരും. അപ്പൊ മാസും കൂടെ കണ്ടുപിടിച്ച് വെക്കുക. അപ്പൊ ഇത് ഗിവൺ ഡാറ്റയിൽ ചെയ്യേണ്ടതാണ്. ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കി അറിയാം, P1 V1 നമ്മുടെ കയ്യിലുണ്ട്, P2 ഉണ്ട്, പക്ഷെ V2 ഇല്ല. V2 കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് ഇതിനെ കണക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് നമുക്ക് സൈഡിലോട്ട് ചെയ്യാം. നമുക്കറിയാം അഡയബാറ്റിക് പ്രോസസ് ആണെങ്കിൽ PV റിലേഷൻ P1 V1 റൈസ് ടു ഗാമ = P2 V2 റൈസ് ടു ഗാമ എന്നറിയാം. അപ്പോൾ നമുക്ക് ഓൾറെഡി P1 V1 ഉണ്ട്, ഗാമയുണ്ട്, അതുപോലെ P2 ഉണ്ട്. അപ്പൊ ഇത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് V2ന്റെ വാല്യൂ കിട്ടും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ V2 സോൾവ് ചെയ്ത് കണ്ടുപിടിക്കുക. ആ V2 സോൾവ് ചെയ്ത് കണ്ടുപിടിച്ചതിന് ശേഷം ഈ വാല്യൂ എടുത്ത് ഇങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് W12ന്റെ വാല്യൂ കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് W12 കണ്ടുപിടിക്കേണ്ടത്. ഇനി അടുത്ത പ്രോസസ്സിലേക്ക് പോകാം. അപ്പൊ W12 ആയി. ഇനി നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് പോവാം. പ്രോസസ് അതുപോലെ വേറൊരു കാര്യം കൂടെ നിങ്ങൾ അങ്ങ് ചെയ്യണം. T2 കൂടെ കണ്ടുപിടിച്ച് വെക്കണം. T2 ഇപ്പൊ പ്രോസസ് 1 to 2 പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് T2 കൂടെ ഒന്ന് കണ്ടുപിടിച്ച് വെക്കാം. അപ്പൊ എളുപ്പം കിട്ടും. 1 to 2 പ്രോസസ്സിൽ തന്നെ T2. അതിന് നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. ഒരു റിലേഷൻ നമ്മുടെ കയ്യിലുണ്ട്. T2/T1 = P2/P1 the whole raised to gamma minus 1/gamma. അഡയബാറ്റിക് പ്രോസസ്സിന്റെ P2 TP റിലേഷൻ T2/T1 = P2/P1 raised to gamma minus 1/gamma. ഇതിൽ നിങ്ങൾ നോക്കി മനസ്സിലാവും, T1 ഉണ്ട്, P2 ഉണ്ട്, P1 ഉണ്ട്, ഗാമയുണ്ട്. അപ്പൊ ഇത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് T2ഉം കിട്ടും. അപ്പൊ അതും കൂടെ കണ്ടുപിടിച്ച് വെച്ചേക്കുക. ഇനി നമുക്ക് പ്രോസസ് 2 to 3 പോവാം. 2 to 3 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് ആണ്. അപ്പൊ കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് ആയതുകൊണ്ട് കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സിൽ നമുക്കിപ്പോ അറിയാവുന്ന വാല്യൂസ് P2 അറിയാം, അതുപോലെ V2 അറിയാം, അതുപോലെ T2 അറിയാം. ഇനി T3 കണ്ടുപിടിക്കണം. T3 കണ്ടുപിടിച്ചാൽ നമുക്ക് ചിലപ്പോൾ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ T3 കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിൽ ഒരു മാർഗമുണ്ട്. നമുക്ക് ΔH തന്നിട്ടുണ്ട്, H3 - H2ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ΔHന്റെ ഇക്വേഷൻ MCP∆T എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ, ΔHന്റെ ഇക്വേഷൻ. അപ്പൊ ഇവിടെ H3 - H2 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ എഴുതാൻ പറ്റും MCP T3 - T2. ΔT എന്ന് പറഞ്ഞാൽ T3 - T2 ആണ്. അപ്പൊ ഇതിൽ ഓൾറെഡി T2 അറിയാം, CP അറിയാം, M അറിയാം. അപ്പൊ ഇത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് T3യുടെ വാല്യൂ കിട്ടും. ഓക്കെ, ഇപ്പൊ T3യുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ V3യും കൂടെ കണ്ടുപിടിച്ച് വെക്കാം. കാരണം നമുക്ക് അത് ആവശ്യം വരും. എന്തിനാന്ന് ഇപ്പൊ പറയാം. ഇപ്പൊ V3 കണ്ടുപിടിക്കാം. അത് നോക്കാം. കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് ആണെങ്കിൽ ഇക്വേഷൻ വരുന്നത് V2/T2 = V3/T3 എന്നാ. ഇത് വന്നത് എങ്ങനെയാന്ന് വെച്ചാൽ വേണമെങ്കിൽ സൈഡിലോട്ടൊന്ന് എഴുതിയിടാം. P1 V1/T1 = P2 V2/T2 എന്ന് ജനറൽ ആയിട്ട് നമുക്ക് എഴുതാം. കോൺസ്റ്റന്റ് പ്രഷർ ആണെങ്കിൽ P1 P2 കട്ട് ചെയ്തു. അപ്പൊ V1/T1 = V2/T2 എന്ന് വരും. ഇത് 1 മുതൽ 2 വരെയുള്ള ഒരു പ്രോസസ്സിന്, ഒരു ജനറൽ പ്രോസസ്സിനാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. ഇത് 2 മുതൽ 3 വരെ ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ വരുന്നത് V2/T2 = V3/T3 എന്ന് എഴുതാം. അങ്ങനെയാണ് ഇത് വന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ ഇക്വേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഞാൻ അങ്ങ് മായ്ച്ച് കളഞ്ഞേക്കുക. അപ്പൊ അത് ഓർത്തിരുന്നാൽ മതി എങ്ങനെയാണെന്ന്. അപ്പൊ V2 അറിയാം, T2 അറിയാം, T3 അറിയാം. നമുക്ക് ഇത് സോൾവ് ചെയ്താൽ V3യുടെ വാല്യൂ കിട്ടും.
ഇപ്പൊ V3 കണ്ടുപിടിക്കുക. ഇനി നമുക്ക് അവിടുത്തെ വർക്ക് കണ്ടുപിടിക്കാം. W2 to 3 കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സിന്റെ വർക്കിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. P × V3 - V2 ആണ്, അല്ലെങ്കിൽ P ΔV എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇവിടെ ΔV എന്ന് പറഞ്ഞാൽ 2 മുതൽ 3 വരെയാണ്. ഇപ്പൊ 2 മുതൽ 3 വരെയുള്ള ഫൈനൽ വാല്യൂ 3യും ഇനീഷ്യൽ വാല്യൂ 2 ആണ്. അപ്പൊ V3 - V2 നമുക്ക് പ്രഷർ P2 ആണ്. അത് നമുക്ക് തന്നിട്ടുണ്ട് P2 എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വർക്കിന്റെ W23യുടെ വാല്യൂ കിട്ടും. അങ്ങനെയാണെങ്കിൽ നെറ്റ് വർക്ക് എന്ന് പറയുന്നത് W1 to 2 പ്ലസ് W2 to 3 കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ ഉത്തരം ആയി. ഇനി രണ്ടാമത്തെ ഭാഗം അവർ പറയുന്നത് ഈ ഒരു പ്രോസസ്സിനെ, ഈ 1 മുതൽ 2 വരെയും 2 മുതൽ 3 വരെയും കൂടെ ഉള്ള പ്രോസസ്സിനെ ഒരു ഒറ്റ പോളിട്രോപ്പിക് പ്രോസസ്സായിട്ട് റീപ്ലേസ് ചെയ്യുവാണെങ്കിൽ, 1ൽ നിന്ന് 3യിലേക്ക് നീളുന്ന ഒരു പോളിട്രോപ്പിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ PV⁻n ഈസ് എ കോൺസ്റ്റന്റ് എന്ന് പറയുന്ന പ്രോസസ്സായിട്ട് റീപ്ലേസ് ചെയ്യുവാണെങ്കിൽ അവിടുത്തെ n കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം 1ഉം 3യും സെയിം തന്നെ, അതുപോലെ വർക്കിന്റെ വാല്യൂം സെയിം തന്നെയാണെന്ന് അവരൊരു കണ്ടീഷൻ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ എഴുതുക, വർക്കിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ഫോർ എ പോളിട്രോപ്പിക് പ്രോസസ് വർക്ക് ഈസ് ഈക്വൽ ടു P1V1, ഇവിടെ നോക്കണം, P1V1 - P2V2 എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, n-1 എന്നാണ് പഠിച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെ പ്രോസസ് എവിടുന്ന് എവിടം വരെയാ? ഗ്രാഫിൽ 1 മുതൽ 3 വരെയുള്ള പോളിട്രോപ്പിക് പ്രോസസ്സാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇക്വേഷൻ വരുന്നത് P1V1 - P3V3 ഡിവൈഡഡ് ബൈ n-1 എന്ന ഇക്വേഷൻ നിങ്ങൾ കൊടുക്കണം. ഇവിടെ P1V1 അറിയാം, P3V3 അറിയാം, W വാല്യൂ നമുക്കറിയാം. W അവർ പറഞ്ഞേക്കുന്ന സെയിം വർക്ക്, നേരത്തെ വർക്കിന്റെ അതേ വാല്യൂ തന്നെ പോളിട്രോപ്പിക്കിനും വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ വർക്കിന്റെ വാല്യൂ അതേ വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്താൽ n വാല്യൂ കിട്ടും. അപ്പൊ ഇതാണ് ഈ കണക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇതായിരുന്നു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. 0.2 മീറ്റർ ക്യൂബ്, 4 ബാർ പ്രഷർ, 130 ഡിഗ്രി സെൽഷ്യസ് കണ്ടെയ്ൻഡ് ഇൻ എ സിസ്റ്റം. പ്രഷർ അഡയബാറ്റിക് ആയിട്ട് ഫോളോ ചെയ്യുന്നു, 1.02 ബാറിലേക്ക് ഫോളോ ചെയ്യുന്നു. അതുപോലെ അത് കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സ് ഒരു കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് ആയിരുന്നു. അവിടുത്തെ എൻതാൽപ്പി ഇൻക്രീസ്, ആ കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സിലെ എൻതാൽപ്പി ഇൻക്രീസ് ആണ് 72.5 കിലോ ജൂൾ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഇത് വർക്ക് ഡൺ കണ്ടുപിടിക്കുക, രണ്ടാമത്തത് പോളിട്രോപ്പിക്കിന്റെ ഇൻഡെക്സ് കണ്ടുപിടിക്കുക. ഈ പ്രോസസ്സിനെ, രണ്ട് പ്രോസസ്സിനെ ഒരൊറ്റ പ്രോസസ്സായിട്ട് മാറ്റിയാൽ ഉണ്ടാകുന്ന പോളിട്രോപ്പിക് പ്രോസസ്സിന്റെ ഇൻഡെക്സ് ഓഫ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ n വാല്യൂ കണ്ടുപിടിക്കുക എന്നാണ് പറയുന്നത്. അതുപോലെ CP, CB ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ ഇതായിരുന്നു ചോദ്യം.